നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫി ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫതൻ. നിങ്ങളിൽ ഓരോരുത്തരും ഉമ്മയുടെ വയറ്റിൽ 40 ദിനം ഇന്ദ്രിയത്തുള്ളിയായി അവന്റെ സൃഷ്ടിപ്പിനെ ഒരുമിച്ച് കൂട്ടപ്പെടും. അഥവാ നമ്മളൊരു മനുഷ്യ കുഞ്ഞായി ഭൂമിയിലേക്ക് വരുന്നതിന്റെ പ്രോസസ്സുകളുടെ ഭാഗമായി ഇന്ദ്രിയത്തുള്ളിയായി 40 ദിവസം ഉമ്മയുടെ വയറ്റിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. സുമ്മയക്കൂനു അലഖത്തൻ മിസല ദാലിക്. പിന്നെ അതേപോലെ ഒരു 40 ദിവസം രക്തക്കട്ടയായി അതായിത്തീരും. സുമ്മയക്കൂനു മുൽഗത്തൻ മിസല ദാലിക. പിന്നെ അതേപോലെ 40 ദിവസം മാംസക്കട്ടയായിട്ട് അത് ആയിത്തീരും. സുമ്മ യുർസലുൽ മലക്കു. മാംസക്കട്ടയായി 40 ദിവസം തഴഞ്ഞതിന് ശേഷം എന്താവും? ശരീരത്തിന്റെ ആ രൂപവും ഭാവമൊക്കെ ഉണ്ടാവും. അതുണ്ടായതിനു ശേഷം സുമ്മ യുർസലുൽ മലക്കു. ഒരു മലക്കിനെ നിയോഗിക്കപ്പെടും ഇവന്റെ അടുത്തേക്ക്. എന്നിട്ട് ഫയംഫുഖു ഫീഹി റൂഹ. ആ മലക്ക് ഈ കുട്ടിയിൽ ആത്മാവിനെ ഊതും. വയുമറു ബി 4 കലിമാത്തിൻ. 4 വാക്യങ്ങൾ കൊണ്ട് അഥവാ 4 കാര്യങ്ങൾ കൊണ്ട് ആ മലക്കിനോട് കൽപ്പിക്കപ്പെടും. അതായത് ഇന്ന കാര്യങ്ങൾ എഴുതണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്ന അർത്ഥം. എന്താണത്? ബി കത്ബി റിസ്ഖിഹി. അവന്റെ ഭക്ഷണം എഴുതാൻ. വഅജലിഹി. അവന്റെ ആയുസ് എഴുതാൻ. വഅമലിഹി. അവന്റെ പ്രവർത്തനങ്ങൾ എഴുതാൻ. വശഖിയ്യുൻ ഔ സഈദുൻ. അവൻ വിജയിയാണോ പരാജയിയാണോ എന്നതും എഴുതാൻ അള്ളാഹു തആല നിർദ്ദേശിക്കും. അപ്പൊ നമ്മളെല്ലാവരും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമാകുമ്പോൾ തന്നെ നമ്മെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അത് ഹലാലായാലും ഹറാമായാലും ഒക്കെ നമ്മുടെ അകത്തേക്ക് എത്ര ഭക്ഷണം ഏതളവിൽ എത്ര പോകണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ചതിന്റെ അപ്പുറം ഒരു അല്പം വെള്ളം കുടിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ഒരു വറ്റ് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അല്ലാഹു തആല തീരുമാനിച്ച അത്ര നമുക്ക് തടയാൻ വേണ്ടി ആരും ശ്രമിച്ചാലും അതും നടക്കില്ല. അത് വല്ലത് കഴിച്ചേ പറ്റൂ. അതേപോലെ തന്നെ അതിന്റെ ആയുസ്. എത്ര വയസ്സ്, എത്ര കൊല്ലം, എത്ര മാസം, എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ഭൂമിയിൽ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ആ സെക്കൻഡിന് അപ്പുറത്തേക്ക് ഒരു നിമിഷത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതിനു മുമ്പ് ബിഫോർ മരിക്കണം എന്ന് വിചാരിച്ചാൽ അതും നടക്കൂല. അള്ളാഹു നിശ്ചയിച്ച എക്സാക്ട് ടൈമിലെ മരണം നടക്കുകയുള്ളൂ എന്നർത്ഥം. മൂന്നാമത്തത് എന്തൊക്കെ പ്രവർത്തിക്കണം എന്നതാണ്. നാലാമത്തത് വിജയിയോ പരാജയോ എന്നത് എഴുതാൻ വേണ്ടി നിർദ്ദേശിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഫവല്ലദീ ലാ ഇലാഹ ഗൈറുഹു. അപ്പോൾ ഏതൊരു അള്ളാഹു മാത്രമാണോ ആരാധ്യന അള്ളാഹുവിനെ തന്നെ സത്യം. ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്നതി. നിങ്ങളിലെ ഒരാൾ സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഅ്. അവന്റെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിൽ ഒരു മുഴമല്ലാതെ ബാക്കിയില്ലാച്ചാൽ സ്വർഗ്ഗത്തിന്റെ വക്കത്തെത്തുന്ന അവസ്ഥയിൽ അവനായി തീർന്നിട്ടുണ്ട് അവന്റെ ഇബാദത്ത് കൊണ്ട്. അപ്പോഴതാ ഫയസ്ബിഖു അലൈഹിൽ കിതാബു. അവന്റെ രേഖ അഥവാ നേരത്തെ എഴുതിയച്ചല്ലേ അതവന്റെ മേലിൽ അതിജയിക്കും, മുൻകടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിന്നാരി. അപ്പോൾ അവൻ നരകക്കാരുടെ പ്രവർത്തനം നടത്തുകയും ഫയദ്ഖുലുഹാ. നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. വഇന്ന അഹദക്കും. വീണ്ടും തങ്ങൾ പറയാണ്, നിങ്ങളിലെ ചില ആളുകൾ ലയഅമലു ബിഅമലി അഹ്ലിന്നാരി. നരകക്കാരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഉൻ. അവന്റെയും ആ നരകത്തിന്റെയും ഇടയിൽ ഒരു മുഴമല്ലാതെ ബാക്കിയില്ലാത്ത ആ സമയം വരെ ഫയസ്ബിഖു അലൈഹിൽ കിതാബു. അവന്റെ മേലിടും അതാ തീരുമാനം മുൻകടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്നത്തി ഫയദ്ഖുലുഹാ. അപ്പോൾ അവൻ സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനം നടത്തിയിട്ട് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഗൌരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ ഹദീസിൽ പറഞ്ഞത്. എന്താണ്? 40 ദിവസം ജീവിതത്തിന്റെ സൃഷ്ടിപ്പിന്റെ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞ് 4 മാസം പ്രായമാകുന്ന സമയത്ത് 4 കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്.
ആ എഴുതി വെച്ച കാര്യങ്ങളിൽ ഒരു കാര്യമാണ് അവൻ ശഖിയാണോ സഈദാണോ, വിജയിയാണോ പരാജയിയാണോ എന്നത്. അതെന്താ എഴുതിയത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ എന്നെ വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തണമെന്ന ആ ഒരു വല്ലാത്ത നീറ്റൽ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും കൊണ്ടു നടക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇനി എനിക്ക് പേടിക്കാനില്ല, ഞാൻ എന്തായാലും സ്വർഗത്തിൽ തന്നെയാണ് എന്ന് ആശ്വസിക്കാൻ നിവൃത്തിയില്ല. അതാ പറഞ്ഞത്, സ്വർഗക്കാര പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തി ജീവിച്ച് സ്വർഗത്തിലേക്ക് എത്താൻ ഒരു മുഴം മാത്രം ബാക്കിയുള്ളപ്പോൾ എന്താവും, അവന്റെ ശൈലി മാറി നരകക്കാര പ്രവർത്തനം നടത്തി നരകത്തിലേക്ക് പോണ അവസ്ഥ ഉണ്ടാവും ചില ആളുകൾക്ക്. അപ്പോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഞാൻ ഓക്കെയാണ്, ഇപ്പൊ എന്റെ ജീവിതമൊക്കെ ശരിയാണ്, നല്ല കാര്യങ്ങളിലൊക്കെ സജീവാണ്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകാതെ എവിടെ പോകാൻ എന്ന മുൻവിധി നമുക്ക് വേണ്ട. നമ്മളെപ്പോഴും അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. പടച്ചോനെ എന്റെ ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ, എന്റെ ആഖിറം പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവല്ലേ, എനിക്ക് നീ മരണം വരെ ഈ അവസ്ഥ ഇങ്ങനെ തന്നെ തുടരാൻ തൗഫീഖ് ചെയ്യണം എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ ചെറിയ ഇബാദത്തുകളോ അമലുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അഭിമാനം കൊണ്ട് ഉള്ളിന്റെ ഉള്ളിലിങ്ങനെ ഞാൻ മഹാ സംഭവമാണ് എന്ന് വരുത്തി തീർത്ത് ബാക്കിയുള്ളവരൊക്കെ പരിഹസിക്കുന്നതോ അല്ലെങ്കിൽ ചെറുതായി കാണുന്നതോ ആയിട്ടുള്ള ഒരു നിലപാടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്നതിലേക്ക് സൂചനയാണ്. അപ്പൊ അള്ളാഹ് ഖൗഫിന്റെ ബാബിൽ ഇത് പറയുമ്പോൾ അർത്ഥം എന്താ, നമ്മൾ പേടിക്കണം, അപ്പൊ ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞ ആശ്വസിക്കാൻ നിവൃത്തിയില്ല. കാരണം അവസാനം എങ്ങനെയാ വരുന്നത് നോക്കിയിട്ടാണ്, നമ്മളെ ലൈഫിന്റെ ക്ലൈമാക്സ് എങ്ങനെ വരുന്നു എന്ന് നോക്കിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അത് എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകം ആ വിഷയം ശ്രദ്ധിക്കണം. അവിടെയാണ് ഈ ഖൗഫിന്റെ ഭയത്തിന്റേതായിട്ടുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിന്റെ രണ്ട് കാലും സ്വർഗത്തിൽ കാണുന്നത് വരെ അല്ലാഹു തആല നിന്നെ ശിക്ഷിക്കില്ല എന്ന ആ ഒരു ഭയം നിനക്കുണ്ടാവരുത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യം. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉജുബ് എന്ന് പറഞ്ഞൊരു രോഗം മനുഷ്യന്റെ മനസ്സിലേക്ക് വരും. ഉജുബ് പറഞ്ഞ എന്താ, ഞാൻ തിരക്കണില്ല എന്ന് തോന്നല്, അത് വേണ്ട. കാരണം എന്താ, നമ്മൾ ചെയ്ത ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്ന് ഉറപ്പാകാത്ത കാലത്തോളം ഇതിന്റെ പേരിൽ നമുക്ക് സമാധാനിക്കാൻ കഴിയില്ല. ചെയ്തുകൊണ്ടിരിക്കണം. നബിനെയും ചെയ്തിട്ട് എന്താന്ന് പറഞ്ഞത് മാറി നിൽക്കല്ല, ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം നല്ല ഭയത്തോടുകൂടെ റബ്ബേ എന്നെ നീ രക്ഷപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഇതാണ് ഒരു മനുഷ്യന്റെ കടമയായി ബാധ്യതയായി ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നത് പ്രത്യേകം നമ്മൾ വളരെ ഗൌരവത്തിൽ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുന്നത് കണ്ടിട്ട് ഇവൻ എന്തായാലും രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കാനായില്ല. ഇനി ഒരാൾ മോശക്കാരനായി ജീവിക്കുന്നത് കണ്ട് ഇവനെന്തായാലും നരകത്തിൽ തന്നെ എന്ന് വിധി എഴുതാനും നമുക്കാവില്ല. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മൾ ആ നന്മയിൽ നിൽക്കുമ്പോൾ തന്നെ മോശക്കാരനായല്ലോ ഒരാളെ കാണുമ്പോൾ അയാളെ പരിഹസിക്കാൻ നിൽക്കണ്ട. അയാൾ ചിലപ്പോൾ നന്നാവുകയും നമ്മൾ മോശക്കാരാവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് പടച്ചോനെ എനിക്കിപ്പം കിട്ടിയ ഈ മാനസികാവസ്ഥ ഇങ്ങനെ തന്നെ നിലനിന്ന് അവസാനം വരെ ഇതിൽ തന്നെ തുടരാൻ കഴിയണമെന്ന ആ ഒരു ഭയത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാർ പറയണ്ടല്ലോ, ഫഫിൽ ഹദീസ് ഈമാഉൻ ഇലാ അദമിൽ ഇഖ്തിറാരി ബിസുവരിൽ അഅമാൽ, പ്രവർത്തനങ്ങളുടെ ബാഹ്യരൂപം കണ്ടുകൊണ്ട് വഞ്ചിതരാവാൻ പാടില്ല എന്ന് ഈ ഹദീസ് തെളിയിക്കുന്നുണ്ട്. എന്താ, റുക്കൂനി ഇലൈഹ, അതിലേക്ക് ആസ്പദമാക്കി ഇപ്പൊ എനിക്ക് പേടിക്കേണ്ടയില്ല എന്ന് അങ്ങനെ ചിന്തിക്കരുത്. ബൽ ബിൽ ഖാത്തിമ, മറിച്ച് വേണ്ടത് എന്താണ്, അവസാനം എങ്ങനെ വരുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും രക്ഷ തരാൻ പ്രാർത്ഥിച്ചുകൊണ്ടും നന്നായി പ്രവർത്തിച്ചുകൊണ്ടും ഇപ്പൊ എനിക്ക് പേടിക്കേണ്ടതില്ല എന്ന ആ ഒരു നിർഭയത്വത്തിന്റെ രീതി വിട്ട് അല്ലാഹുവേ സ്വീകരിക്കണമെന്ന ഉത്കടമായ പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.